ഹലോ കുട്ടികളെ, ഇന്ന് ഗ്രാമറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ അലങ്കാർ എന്താണെന്നും അലങ്കാറിൻ്റെ ഭേദങ്ങളും പിന്നെ എന്താണ് ശബ്ദാലങ്കാർ എന്താണെന്നും അതിൻ്റെ ഭേദങ്ങളും ഒക്കെ പഠിച്ചു. ഇനി ഈ വീഡിയോയിൽ ഞങ്ങൾ അർത്ഥാലങ്കാർ എന്താണെന്നും അതിൻ്റെ ഭേദങ്ങൾ എന്താണെന്നും പഠിക്കും. ഉഭയാലങ്കാരും പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് അവസാനം ഒന്ന് റിവൈസും ചെയ്യും. അതായത് അലങ്കാർ എന്താണെന്നും ആദ്യം മുതലേ ഒന്ന് റിവൈസ് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. अर्थालंकार काव्य में जहाँ अर्थ के कारण विशेष सौंदर्य या चमत्कार उत्पन्न होता है वहाँ अर्थालंकार होता है. അതായത് അർത്ഥക്കെ കാരണം അർത്ഥം കാരണം ആ കാവ്യത്തിന് ഒരു വിശേഷ സൗന്ദര്യവും പിന്നെന്താണ് അതിനെ മികച്ചതാക്കി മാറ്റുകയുമാണെങ്കിൽ ആ കാവ്യത്തെ ഈ അർത്ഥം ഒരു കാവ്യത്തെ മികച്ചതാക്കി മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് അർത്ഥാലങ്കാർ എന്ന് പറയുന്നു. अर्थालंकार के 4 भेद होते हैं. अर्थालंकारने 4ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഉപമാലങ്കാർ, രൂപക് അലങ്കാർ, ഉത്പ്രേക്ഷ അലങ്കാർ, മാനവി അലങ്കാർ. ഇനി അതൊക്കെ എന്താണെന്ന് നോക്കാം. उपमा अलंकार. उपमा का सामान्य अर्थ है समानता या मिलता जुलता रूप दिखाना. ഇത് ഉപമ എന്നതിൻ്റെ അർത്ഥം എന്താണ്? സമാനമായിട്ടുള്ളതും പിന്നെ ഏകദേശം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ വേറൊരു രൂപം കാണിക്കുക എന്നതാണ് ഉപമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. जहाँ किसी एक वस्तु या व्यक्ति के गुणों की तुलना किसी दूसरी प्रसिद्ध वस्तु या व्यक्ति से की जाती है वहाँ उपमा अलंकार होता है. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ ഗുണങ്ങളെ മറ്റൊരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ ഗുണങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെ അതിൻ്റെ സമാനതകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ എന്താണ് ഉപമയാണ് ഉണ്ടാകുന്നത്. ഉപമ അലങ്കാറാണ് ഫോം ചെയ്യുന്നത്. ജैसे हाय फूल सी कोमल बच्ची हुई राख की थी. यहाँ बच्चों की कोमलता की तुलना फूल की कोमलता से की गई. ഇവിടെ കുട്ടികളുടെ കോമലത അതായത് മൃദുത്വം അത് പൂക്കളുടെ മൃദുത്വവുമായിട്ടാണ് എന്താണ് താരതമ്യം. അതായത് അതുപോലെ എന്ന് പറയത്തില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ കുട്ടിയുടെ മൃദുത്വം പൂക്കളെ പോലെയാണ്, പൂവിനെ പോലെ മൃദുവാണ് ആ കുട്ടി എന്നതാണ് പോലെ എന്നത് അല്ലേ. അവിടെ ഉപമ അലങ്കാറാണ് വരുന്നത്. അപ്പോൾ ഉപമ अलंकार में तुलना के लिए सा सी से जैसे योजकों का प्रयोग किया जाता. അതുപോലെ എന്ന് പറയത്തില്ല. അപ്പോൾ അവിടെ സാ സി സേ എന്ന യോജകങ്ങളാണ് ഉപമ അലങ്കാറിൽ ഉപയോഗിക്കുന്നത്. ഈ ഉപമ അലങ്കാറിൽ ഉപ്പ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? സമീപ് സെ. ഓർ മാ എന്നതിൻ്റെ അർത്ഥം എന്താണ്?
തുലന കർണ ദേഖ്ന. പിന്നെ ഉപമ എന്നതിൻ്റെ ശരിക്കും അപ്പോൾ അർത്ഥം എന്താണ്? ഏക് വസ്തു ദൂസരി വസ്തുക്കോ റക്കർ സമാനത ദിഖാന. അപ്പോൾ ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവുമായിട്ട് സമാനത സാമ്യം കാണിക്കൽ. അഥവാ ജബ് ദോ ഭിന്ന വസ്തുവോ മേ സമാൻ ധർമ്മ കെ കാരൺ സമാനത ദിഖായി ജാത്തി. അപ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളോ വ്യക്തികളോ അവർ തമ്മിലുള്ള എന്താണ് സമാനമായിട്ടുള്ള ധർമ്മം അല്ലെങ്കിൽ അവരുടെ സമാനത ഗുണങ്ങളിലുള്ള സമാനത കാണിക്കുകയാണെങ്കിൽ അവിടെ ഉപമാ അലങ്കാരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഉപമ അലങ്കാരന് 4 അംഗം, അതായത് ഉപമേയ്, പിന്നെ ഉപമാൻ, സാധാരണ ധർമ്മ, വാചക്. അപ്പോൾ രൂപക് അലങ്കാരനെ പറ്റി അറിയണമെങ്കിൽ ഉപമേയ് എന്താണെന്നും ഉപമാൻ എന്താണെന്നും മനസ്സിലാക്കണം. ഓക്കെ, ഉപമേയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിസ്കി ഉപമ ദീ ജായ്, അർത്ഥാത് ജിസ്കി സമത ദൂസരെ പദാർത്ഥ സെ ദിഖ്ലായി ജായ്. അപ്പോൾ ഏതിനെയാണോ മറ്റൊരു വസ്തുവുമായിട്ട് അല്ലെങ്കിൽ വ്യക്തിയുമായിട്ട് നിങ്ങൾ കമ്പയർ അല്ലെങ്കിൽ സമാനത കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെയാണ് ഉപമേയ് എന്ന് പറയുന്നത്. ഏത് വസ്തുവിനെയാണോ അല്ലെങ്കിൽ വ്യക്തിയാണോ മറ്റൊരു വസ്തുവുമായിട്ട് സമാനത കാണിക്കുന്നത് അതിനെ ഉപമേയ് എന്ന് പറഞ്ഞു. ഉപമാൻ എന്ന് പറഞ്ഞാൽ ജിസ്സെ ഉപമ ദീ ജായ്, ഏത് വസ്തുവിനോടാണോ നിങ്ങൾ സാമ്യത കാണിക്കുന്നത് ആ വസ്തുവിനെയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയെയാണ് ഉപമാൻ എന്ന് അവിടെ പറയുന്നത്. ഓക്കെ, അർത്ഥാത് ഉപമേയ് കോ ജിസ്കെ സമാൻ ബതായ ഗയാ ഹെ. ഉപമേയിനെ ഏതിനോടാണോ സാമ്യത കാണിച്ചിരിക്കുന്നത് അതിനെ ഉപമാൻ എന്ന് പറയുന്നു. വാചക് ശബ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാനത ബതാനെ വാലെ ശബ്ദ്, അതായത് അതിൻ്റെ സാമ്യത അല്ലെ സമാനത കാണിക്കുന്ന ശബ്ദമാണ് വാചക് ശബ്ദ്. എന്തൊക്കെയാണ്? സാ, സം, സി, ജ്യോ, തുല്യ, ഈ ശബ്ദങ്ങളൊക്കെ അതായത് ഈ യോജിപ്പിക്കുന്ന ഈ ശബ്ദങ്ങളാണ് വാചക് ശബ്ദ്. പിന്നെ സാധാരണ ധർമ്മ എന്ന് പറഞ്ഞാൽ ഉപമേയ് और उपमान के समान धर्म को വ്യക്ത് കർണേ വാലെ ശബ്ദ്. രണ്ടിനും അതായത് ഒരേ ധർമ്മമായിരിക്കും ഉപമേയും പിന്നെ ഉപമാനും രണ്ടിനും ഒരേ ധർമ്മമായിരിക്കും അത് കാണിക്കുന്നത്. അതായത് സാധാരണ ധർമ്മ, രണ്ടിനും ഒരുപോലെ ഇരിക്കുന്ന ധർമ്മമാണ് സമാൻ ധർമ്മ, സാധാരണ ധർമ്മ എന്ന് പറയും. ഓക്കെ, മുഖ് മയങ്ക് സമ മഞ്ജു മനോഹർ, ഇത് ഉപമാലങ്കാരത്തിന് ഉദാഹരണമാണ്. ഇതിൽ ഉപമേയ് എന്നത് മുഖാണ്, ഉപമാൻ എന്ന് പറയുന്നത് മയങ്ക് അതായത് ചന്ദ്രൻ. സാധാരണ ധർമ്മ ഇവിടെ ഉപമേയത്തിനും ഉപമാനത്തിനും രണ്ടിനും കൂടെ ഉള്ളതാണ് സാധാരണ ധർമ്മ, അതാണ് മഞ്ജു മനോഹർ എന്ന വേർഡാണ് വരുന്നത്, മഞ്ജു മനോഹർ. പിന്നെ വാചക് ശബ്ദ രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് ഏതാണ്? സമ. പിന്നെ നിർമ്മൽ തേരാ നീർ അമൃത സമ ഉത്തം. അപ്പോൾ വെള്ളത്തെ, നീരിനെ, ജലത്തെ എന്തുമായിട്ടാണ്? അമൃതുമായിട്ടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. ഉപമേയ് എന്നത് നീർ, ഇവിടെ നീർ എന്നതാണ് ഉപമേയ്. ഉപമാൻ എന്ന് പറഞ്ഞാൽ അമൃതാണ്. സാധാരണ ധർമ്മം എന്താണ്? ഉത്തം, അതായത് ഉപമേയത്തിനും ഉപമാനത്തിനും രണ്ടിനും ഒരുപോലെ വരുന്നതാണ് ഉത്തം. ഇവിടെ സാധാരണ ധർമ്മം ഉത്തമാണ്. പിന്നെ വാചക് ശബ്ദ, അതായത് രണ്ടിനെയും സാമ്യപ്പെടുത്തുന്ന ഒരു ശബ്ദമാണ് സം എന്നത്. അമൃത് സം ഉത്തം അല്ലേ. അപ്പോൾ അതിനെ രണ്ടുപേരെയും, അതായത് ഉപമാനത്തെയും ഉപമേയത്തെയും അതിൻ്റെ സമാനത കാണിക്കുന്നതാണ് സം എന്ന ശബ്ദം. ഇവിടെ വാചക് ശബ്ദ സം ആണ്. तब तो बहता समय शिला सा जम जाएगा. तब तो बहता समय शिला सा जम जाएगा. അപ്പോൾ ഇവിടെ ഉപമേയ് എന്താണ്? സമയ്, ഉപമാൻ ശീല. അപ്പോൾ ശീലയുമായിട്ടാണ് സാമ്യത, സമയത്തെ. അപ്പോൾ സാധാരണ ധർമ്മം ഇവിടെ ജം അല്ലെങ്കിൽ ഠഹർ ജാന എന്നാണ് അർത്ഥം. അപ്പോൾ സാധാരണ ധർമ്മം രണ്ടിനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, ഉപമാനത്തിനും ഉപമേയത്തിനും. സാധാരണ ധർമ്മം ജം ജാന. വാചക് ശബ്ദം എന്താണ്? രണ്ടിനെയും സമാനത കാണിക്കുന്നതാണ് സാ എന്ന ശബ്ദം. അപ്പോൾ വാചക് ശബ്ദം ഇവിടെ സാ എന്നതാണ്. ഉഷ സുനഹലെ തീർ ബരസത്തി ജയലക്ഷ്മി സി ഉദിത് ഹുയി. ഉഷ സുനഹലെ തീർ ബരസത്തി ജയലക്ഷ്മി സി ഉദിത് ഹുയി. അവിടെ ഉപമേയ് എന്താണ്? ഉഷ. ഉഷയാണ് ഉപമിക്കുന്നത് ജയലക്ഷ്മിയുമായിട്ട്. ഉപമാൻ ആണ് ജയലക്ഷ്മി. ഇവിടെ സാധാരണ ധർമ്മ ഉദിത് ഹോന. പിന്നെ വാചക് ശബ്ദ സി, രണ്ടിനെയും, അതായത് ജയലക്ഷ്മി സി ഉദിത് ഹുയി. അപ്പോൾ സമാനത കാണിക്കുന്ന യോജിപ്പിക്കുന്ന ശബ്ദമാണ് സി എന്നത്. വാചക് ശബ്ദ സി. സാധാരണ ധർമ്മ ഉദിത് ഹോന. ബന്ധവു കോമൽ കമൽ സെ ജഗജനനി കെ പാവ്. അപ്പോൾ ഇവിടെ ജഗജനനി കെ പാവ് അല്ലെങ്കിൽ ജഗജനനി കെ പേർ, കാലുകൾ, അതിനെയാണ് ഉപമേയ്, അതാണ് ഉപമേയ്. അപ്പോൾ ജഗജനനി കെ പാവ് എന്നതിനെ ഉപമിക്കുകയാണ്
എന്തിനോടാണ് താരതമ്യപ്പെടുത്തുന്നത്? ലോട്ടസുമായിട്ട് അല്ലേ, താമരയുമായിട്ട്. അപ്പോൾ അവിടെ ഉപമാൻ എന്താണ്? കമൽ. ഉപമേ ജഗജനനി കെ പേർ. അത് രണ്ടിനും, അതായത് ഉപമാനത്തിനും ഉപമേയത്തിനുമായിട്ട് സാധാരണയായിട്ടുള്ള ധർമ്മം എന്താണ്? കോമൽ ഹോന, സോഫ്റ്റ് അല്ലേ, അതായത് മൃദുത്വമുള്ളത്. സാധാരണ ധർമ്മം കോമൽ ഹോന. അതിൽ വാചക് ശബ്ദ് രണ്ടിനെയും സമാനത കാണിക്കുന്ന എന്താണ്? യോജക് ശബ്ദ് എന്താണ്? സേ എന്നതാണ്. അപ്പോൾ വാചക് ശബ്ദ് അവിടെ സേ ആണ്. ഇനി रूपक अलंकार എന്താണെന്ന് നോക്കാം. काव्य में जहाँ गुण, स्वभाव आदि की अत्यधिक समानता के कारण प्रस्तुत और अप्रस्तुत, अदायद उपमेय और उपमान में भेद न दर्शाया जाए, उसे अभिन्न मान लिया जाए, तो वहाँ रूपक अलंकार होता है. അപ്പോൾ സാമാന്യ ശബ്ദം में उपमान और उपमेय को एक कर दिया है. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഒരു കാവ്യത്തിൽ ഒരേ ഗുണങ്ങളും അല്ലെ, ഗുണങ്ങളും സ്വഭാവങ്ങളും തമ്മിൽ സമാനത, അത് അത്യധിക സമാനത, അതും നല്ല മുഴുവനായിട്ടും അതിന് സമാനതകൾ ഉണ്ടെങ്കിൽ, അതായത് ഗുണവും സ്വഭാവവും രണ്ടും ഒരു കാവ്യത്തിൽ പ്രസ്തുതും പിന്നെ അപ്രസ്തുതവുമായിട്ടുള്ള, അതായത് ഉപമയും ഉപമാനും ഒരു വ്യത്യാസവും കാണിക്കുന്നില്ല തമ്മിൽ, അഭിन्न मान लिया जाए तो वहाँ रूपक अलंकार होता है. അപ്പോൾ उपमान और उपमेय को एक कर दिया है. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ वहाँ उपमेय को ही उपमान मान लिया जाता है. जहाँ उपमेय को ही उपमान, ഉപമേയും ഉപമാനും ഒന്ന് തന്നെയാണ് എന്ന് ആകുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? റൂപക് അലങ്കാർ ഹെ. അപ്പോൾ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മയ്യ മേ തോ ചന്ദ്ര ഖിലോന ലൈ ഹൂँ. മയ്യ മേ തോ ചന്ദ്ര ഖിലോന ലൈ ഹൂँ. അതിൻ്റെ അർത്ഥം എന്താണ്? चंद्र को ही यहाँ खिलौना, मैया में तो चंद्र खिलौना लाई हूँ में चंद्र को ही खिलौना कहा है. ചന്ദ്രനെ തന്നെ കളിപ്പാട്ടമാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രനെ പോലെ അല്ല, ചന്ദ്രനെ തന്നെ കളിപ്പാട്ടമാക്കിയിട്ടാണ് അവിടെ. അതാണ് രൂപക് അലങ്കാരത്തിലുള്ള വ്യത്യാസം. ചന്ദ്രനെ പോലെ എന്ന് പറയുന്നതിന് പകരം ചന്ദ്രൻ തന്നെയാണ് കളിപ്പാട്ടമാക്കിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ചന്ദ്ര അവിടെ ഉപമയും ഖിലോന എന്നത് ഉപമാനുമാണ്. अतः यहाँ रूपक अलंकार होगा. ഇവിടെ ഉപമാ അലങ്കാരത്തിൽ പറഞ്ഞതുപോലെ സാ, സേ, സി എന്ന ഈ യോജകങ്ങൾ ഉപയോഗിക്കാതെ അത് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ്? റൂപ്പി എന്ന ഉപയോഗം, അതായത് യോജകം ഉപയോഗിക്കാറുണ്ട്. അതിപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഹേമ മേ തോ ചന്ദ്രമ റൂപ്പി ഖിലോന ലൂങ്ക. ഇവിടെ പറയാം ഖിലോന ലൈ ഹൂँ ചന്ദ്രമ. അപ്പോൾ മേ തോ ചന്ദ്രമ റൂപ്പി ഖിലോന ലൂങ്ക എന്നപ്പോൾ അവിടെ റൂപ്പി എന്ന ഉപയോഗം, അതായത് അവിടെ ആ യോജകം ഉപയോഗിക്കുന്നുണ്ട് ഈ രൂപക് അലങ്കാരത്തിൽ. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. രൂപക് അലങ്കാരന് ചരൺ കമൽ ബന്ധവ് ഹരിറായി. ഇതിൻ്റെ അർത്ഥം ഇതിൽ എന്താണ്? രൂപക് അലങ്കാരാണ് ഉള്ളത്. ഇവിടെ ചരണോ കി തുലന കമൽ സെ കി ഗയി ഹെ. അതായത് പാദങ്ങൾ, കാലുകളെ എന്താണ്? ലോട്ടസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ओके, चरणों की तुलना कमल से की गई है. यहाँ पर चरणों को कमल के समान न बताकर उन्हें കമൽ की एक रूपता दे दी है. അതായത് ലോട്ടസ് തന്നെയാണ് ഈ ചരണങ്ങൾ, ദൈവത്തിൻ്റെ ഈ ചരണങ്ങൾ എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് രൂപക് അലങ്കാരം. കമൽ എന്നത് ഉപമാനും പിന്നെ ഭഗവാൻ കെ ചരൺ എന്നത് ഉപമേയുമാണ് ഇവിടെ. മുനിപദ് കമൽ ബന്ദി ദോ ഭ്രാത. അപ്പോൾ മുനിപദ, അതായത് മുനിയുടെ പാദങ്ങളെ താമരയായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് അഭേദാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമില്ല, അത് തന്നെയാണ് അതായത് പാദങ്ങൾ തന്നെയാണ് താമര. അപ്പോൾ മുനിക്കെ ചരണോം പർ, അതായത് മുനിയുടെ പാദങ്ങളിൽ ഉപമേയ് ആണ് ഇവിടെ മുനിക്കെ ചരൺ. पर कमल അതായത് ഉപമാൻ, ലോട്ടസ് താമര ആണ് ഉപമാൻ का आरोप. പിന്നെ ഭജമന ചരണ കമൽ അവിനാശി. ഭജമന ചരണ കമൽ അവിനാശി. ഈശ്വർ കെ ചരണവും, അതായത് ഈശ്വർ കെ ചരൺ ആണ് ഇവിടെ ഉപമേയ്, പിന്നെ കമൽ ആണ് ഉപമാൻ. അപ്പോൾ ഈശ്വർ കെ ചരണവും पर കമൽ का ഉപമാൻ का ആരോപ്. അതായത് ഈശ്വരൻ്റെ പാദങ്ങൾ എന്താണ്? താമരയാണ്, താമരയാകുന്ന പാദങ്ങൾ അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അഭേദാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെ എന്താണ്? രൂപക് അലങ്കാർ. ബന്ദ് നഹി അഭി ചലത്തെ ഹെ നിയതി നടി കെ ക്രിയാകലാപ്. അപ്പോൾ പ്രകൃതിക്ക് കാര്യവ്യവഹാര, പ്രകൃതിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ. അപ്പോൾ വ്യവഹാർ ഉപമേയാണ് ഇവിടെ. പർ നിയതി നടി
അവിടെ ഉപമാനാണ്. നിയത്തി നട്ടി അവിടെ ഉപമാനാണ്. അപ്പോൾ പ്രകൃതിക്ക് കാര്യവ്യവഹാർ, പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലേ, അത് ഉപമയായിട്ടും, പിന്നെ നിയത്തി നട്ടി എന്നത് നിയത്തിയുടെ വിളഞ്ഞാട്ടം എന്ന് പറയത്തില്ല, നിയത്തി നട്ടി എന്നത് ഉപമാനായിട്ടാണ് ഇവിടെ ആരോപിക്കുന്നത്. അപ്പോൾ പ്രകൃതിക്ക് കാര്യവ്യവഹാർ പർ നിയത്തി നട്ടി കാ ആരോപ്. സിന്ധു ബിഹംഗ് तरंग पंख को फड़काकर प्रतिक्षण में. അപ്പോൾ സിന്ധു എന്നത് സിന്ധു ബിഹംഗ്, സിന്ധു നദിയും പിന്നെ ബിഹംഗ് അതായത് പക്ഷി. അപ്പോൾ സിന്ധു എന്നത് ഇവിടെ ഉപമയും വിഹംഗ് എന്നത് ഉപമാനുമാണ്. അപ്പോൾ പിന്നെ തരംഗ് എന്നത് പങ്കുമായിട്ടാണ്. അതായത് തരംഗ് എന്നത് ഉപമയും പിന്നെ പങ്ക് എന്നത് ഉപമാനുമാണ്. അപ്പോൾ സിന്ധു പർ വിഹംഗ് കാ തഥാ തരംഗ് പർ പങ്ക് കാ ആരോപ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിന്ധുവും പിന്നെ വിഹംഗും തമ്മിൽ ഒരു അഭേദമാണ്, അതായത് ഭേദമില്ല. പിന്നെന്താണ്, തരംഗും പിന്നെ പങ്കുമായിട്ട് ഒരു ഭേദവുമില്ല, അതായത് ഒരുപോലെയാണ്. സിന്ധുവും പക്ഷിയും പിന്നെ തരംഗും പങ്കും ഒരുപോലെയാണ്. അതാണ് രൂപകലങ്കാർ. अंबर पनघट में डुबो താരാഘട്ട് ഉഷാനഗരി. അംബർ പനഘട്ട് ആകാശമാകുന്ന ഈ സരോവരം, അവിടെ താരാഘട്ട്, താരാഘട്ട് എന്ന് പറഞ്ഞാൽ താരങ്ങളാകുന്ന കുടം. ഉഷാനഗരി എന്ന് പറഞ്ഞാൽ ഉഷയ, അതായത് പ്രഭാതത്തെ ഒരു രമണീയ, അതായത് സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. അതായത് ഉഷ തന്നെയാണ് നഗരി, അതായത് സ്ത്രീ. അപ്പോൾ അംബർ പനഘട്ട്, അപ്പോൾ ആ ആകാശമാകുന്ന എന്താണ് സരോവരത്തിൽ താരാഘട്ട്, താരങ്ങളാകുന്ന ആ കുടം ഉഷാനഗരി അതിൽ എടുക്കുകയാണ്, അതായത് സരോവരത്തിൽ മുക്കിയെടുക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അംബർ എന്നത് ഉപമേയും ഉപമേയ് പർ പനഘട്ട് എന്നത് ഉപമാനമാണ്. അപ്പോൾ അംബർ പർ പനഘട്ട് കാ തഥാ താര എന്നത് ഇവിടെ ഉപമേയാണ്, ഘട്ട് എന്നത് ഉപമാനാണ്. അപ്പോൾ താര പർ ഘട്ട് കാ ആരോപ് ഹെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, രൂപകലങ്കാർ. അതായത് അംബറിനെ പനഘട്ടായിട്ട് തന്നെയാണ് കാണുന്നത്, താരങ്ങളെ ഘട്ട് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അത് അഭേദാണ്, അതുകൊണ്ട് അവിടെ രൂപകലങ്കാർ. उत्प्रेक्षा अलंकार, जहाँ भिन्न होते हुए भी समानता प्रकट करने के लिए उपमेय में उपमान की कल्पना या സംഭാവന പ്രകട് की जाए. അപ്പോൾ വ്യത്യാസമുണ്ടെങ്കിൽ പോലും, ഭിന്നമാണെങ്കിലും എന്താണ്, രണ്ടും സമാനത കാണിക്കും, സാമ്യമുണ്ടാവും. സമാനത പ്രകട് കർണേക്കിലെ അതിനുവേണ്ടി ഉപമേയമേ ഉപമാൻ കി കൽപ്പന, ഉപമേയത്തിൽ ഉപമാനത്തിൻ്റെ കൽപ്പന യാ സംഭാവന ആകാനുള്ള സാധ്യത പ്രകടിപ്പിക്കുക. വഹാ ഉത്പ്രേക്ഷ അലങ്കാർ ഹോത്താ ഹെ. ഉപമേയത്തിൽ ഉപമാനത്തിൻ്റെ കൽപ്പന, അതായത് ഭാവങ്ങൾ. ജैसे सोहत ओढ़े पीत पट श्याम सलोने गात मनहु നീലമണി ശൈല पर ആതപ് परियो प्रभात. ഈ വരികളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ശ്രീകൃഷ്ണ സുന്ദർ സാവലെ രംഗ് കെ ശരീർ മേ നീലമണി പർവ്വത് और उनके पीताम्बर में प्रातकालीन धूप की है. അപ്പോൾ ഇവിടെ ഈ വരികളിൽ എന്താണ്, ശ്രീകൃഷ്ണയ്ക്ക് സുന്ദർ ശ്യാം ശരീരം അല്ലേ, ശ്രീകൃഷ്ണൻ്റെ അസുന്ദരമായിട്ടുള്ള ആ ശരീരം നീലമണി പർവ്വതം ആയിട്ടും, പിന്നെന്താണ് ശോഭായ്മാൻ പീതാംബർ വസ്ത്രം, പീതാംബർ മഞ്ഞ നിറത്തിലുള്ള ആ വസ്ത്രം, പ്രഭാത് കി ധൂപ്പ് അല്ലേ, രാവിലത്തെ ആ സൂര്യകിരണങ്ങളുമായിട്ടാണ് മനോരം സംഭാവന ചെയ്തിട്ട്, അതായത് അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഉത്പ്രേക്ഷ അലങ്കാർ എന്ന് പറയുന്നത്. ജैसा कि आप देख सकते हैं कि മനഹു ശബ്ദം, ഇവിടെ മനഹു എന്ന ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മനഹു നീലമണി ശൈല पर അതപ് പരിയോ പ്രഭാത്. മനഹു ശബ്ദ കാ പ്രयोग എന്താണ് കാണിക്കുന്നത്, സംഭാവനയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ജഹാ ഉപമേയമേ ഉപമാൻ കി സംഭാവന കി ജാത്തി ഹെ, അതായത് ശ്രീകൃഷ്ണൻ്റെ ശരീരം നീലമണി പർവ്വതമായിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രം, അതായത് ഉപമാനപ്പോൾ അവിടെ ഉപമേയ എന്നത് ശ്രീകൃഷ്ണനും നീലമണി പർവ്വത് ഉപമാനുമാണ്. പിന്നെ പീതവസ്ത്രം അല്ലേ, ശ്രീകൃഷ്ണൻ്റെ പീതവസ്ത്രം പ്രാതകാലീന ധൂപ്പുമായിട്ടാണ് സംഭാവന കീ ജാതി, അതായിട്ടാണ് സാമ്യമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. അപ്പോൾ വഹാ ഉത്പ്രേക്ഷ അലങ്കാർ ഹോത്താ ഹെ. യദി पंक्ति में मनु जनु मेरे जानते मनहु मानो निश्चय ईव आदि आता है, वहाँ उत्प्रेക്ഷ अलंकार होता है. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, മനഹു, ഇവിടെ മനഹു എന്ന് വന്നിട്ടുണ്ട് അല്ലേ. देखन नगरु भूपसुत आए समाचार
പുരബാസിന് പായേ ധായ ധാം കാമ സബ് ത്യാഗി മനോഹോ റങ്ക് നിധി ലൂട്ടൻ ലാഗി. എങ്ങനെയാണോ എല്ലാം വിട്ട്, അതായത് കാം കാജ് ഘർ ബാർ സബ് കുച്ച് ചോട് കരെ, അതൊക്കെ വിട്ട് അവർ എങ്ങനെയാണോ ദരിദ്രൻ ഒരു നിധിക്ക് വേണ്ടിയിട്ട് ഓടുന്നത് അതുപോലെ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ സൗന്ദര്യത്തെ നിധിയായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കൽപ്പനയിലൂടെ രണ്ടും വിഭിന്നമാണ്, രണ്ടും വ്യത്യസ്തമാണ്, എങ്കിൽ പോലും അത് ഒന്നായിട്ടാണ് കൽപ്പനയിലൂടെ കാണിക്കുന്നത്, പ്രകടമാകുന്നത്. അതായത് എന്താണ്, കൽപ്പനയിലൂടെയാണ് രണ്ടും ഒന്നാണ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ യഹാ രാം കെ റൂപ് സൗന്ദര്യ എന്നത് ഉപമേയാണ്, നിധി എന്നത് ഉപമാനാണ്. അപ്പോൾ യഹാ രാം കെ റൂപ് സൗന്ദര്യമേ നിധി की संभावना है. दादुरु धुनि चहु दिशा सुहाई बेद पढ़ही जनु बटु समुदाई. यहाँ मेंढकों की आवाज़, അതായത് അത് ഉപമയായിട്ടാണ് എടുക്കുന്നത്. ബ്രഹ്മചാരി സമുദായ ദ്വാരാ വേദ് പഠനേക്ക്, അതായത് അത് ഉപമാനാണ്. അപ്പോൾ ബ്രഹ്മചാരികൾ ഇങ്ങനെ വേദം പറയുന്നത്, എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വേദം പറയുന്നത് ഈ തവളകളുടെ ശബ്ദവുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. അതായത് അത് രണ്ടും വിഭിന്നമാണെങ്കിലും അത് ഒന്നായിട്ടാണ് കാണിക്കുന്നത്. അതെന്താണ്, ഉത്പ്രേക്ഷ അലങ്കാരമാണ് അവിടെ. അപ്പോൾ मेंढकों की आवाज़ उपमेय, ब्रह्मचारी समुदाय द्वारा वेद पढ़ने की आवाज़ अद उपमान. सो उसकी संभावना प्रकट की गई है. यहाँ मेंढकों की आवाज़ में ब्रह्मचारी समुदाय द्वारा वेद पढ़ने की संभावना प्रकट की गई है. यहाँ पे उत्प्रेक्षा अलंकार है. देखी रूप लोचन ललचाने हर्षे जनु निज निधि पहचाने. यहाँ राम के रूप सौंदर्य में निधियों की संभावना प्रकट की गई है. അപ്പോൾ രാം കാ റൂപ് സൗന്ദര്യം അവിടെ എന്താണ്, ഉപമയാണ്. നിധ്യാം എന്നത് ഉപമാനാണ്. രണ്ടും വ്യത്യസ്തമാണെങ്കിൽ പോലും അതിൻ്റെ കൽപ്പന ഉപയോഗിച്ചിട്ട് അതിൻ്റെ സാമ്യത കാണിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, അത് उत्प्रेक्षा अलंकाराണ്. പിന്നെ അതികട്ടുവചന कहत कैकेयी मनहु लोन जरे पर देई. यहाँ കട്ടുവചൻ സെ ഉത്പന്ന പീഡ, ആ അപ്രിയമായിട്ടുള്ള വചനങ്ങൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ വിഷമം, ആ പീഡ, അതെന്താണ്, ഉപമേയാണ്. മേ ജൽനെ പർ നമക് छिड़कने से हुए कष्ट की संभावना प्रकट की गई है. അപ്പോൾ അതെന്താണ്, ഉപ്പ് വിതറുമ്പോൾ ഈ പൊള്ളിയതിൽ ഉപ്പ് വിതറുന്നത് പോലെ ഉള്ളതുമായിട്ട് കൽപ്പനയിലൂടെ സാമ്യത കാണിക്കുകയാണല്ലേ. അപ്പോൾ അവിടെ उत्प्रेक्षा अलंकाराണ്. यहाँ कटुवचन से उत्पन्न पीड़ा उपमेय है और जलने पर नमक छिड़कने से होने वाली पीड़ा उपमान है. ओके. പിന്നെ चमचमात चंचल नयन बीच घूंघट पर झीन मनहा सुर सरिता विमल जल उछरत जुगमीन. यहाँ घूंघट के झीने परों से ढके दोनों नयनों, അതായത് ഉപമയാണ് അവിടെ. പിന്നെ गंगाजी में उछलती युगलमीन उपमान की संभावना प्रकट की है. चमचमात चंचल नयन बिच घूंघट पर झीन मानहु सुर सरिता विमल जल उछरत जुग मीन. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, യാ ഘൂങ്കട്ട് കെ ജീനോം പർ സെ ഢക്കെ ദോനോം നയൻ, രണ്ട് കണ്ണുകളും. ഈ ഘൂങ്കട്ട് മറ കൊണ്ട് മറച്ചിരിക്കുന്ന ഈ രണ്ട് കണ്ണുകൾ ചഞ്ചൽ നയൻ, അതെന്താണ്, ഉപമേയാണ്. ആണെങ്കിൽ ഗംഗാജിക്ക് ഉച്ചൽത്തി യുഗള മീൻ, അതായത് ആ രണ്ട് മത്സ്യങ്ങൾ, എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അത് ഉപമാനാണ്. അപ്പോൾ घूंघट की झीनों पर ढके दोनों नयनों में गंगाजी में उछलती युगल मीन की संभावना प्रकट की है. അപ്പോൾ ഉപമേനെ ഉപമാനമായിട്ട് കൽപ്പന ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ उत्प्रेक्षा अलंकाराണ്. അപ്പോൾ मानो चमचमाते चंचल नयनों के लिए कहा गया है कि मानो वे गंगा के निर्मल जल में उछलती दो मछलियाँ हैं. तो इसी संभावना कल्पना के कारण यहाँ उत्प्रेक्षा अलंकार है. ओके. मानवीकरण अलंकार, जहाँ जड़ वस्तुओं या पदार्थों पर चेतन का आरोप हो, अर्थात प्रकृति के पदार्थों या तत्वों पर मानवीय भावनाओं या क्रियाओं का आरोप हो, वहाँ മാനവീകരണ അലങ്കാർ होता है. അപ്പോൾ നിർജീവമായിട്ടുള്ള വസ്തുക്കൾ, പദാർത്ഥങ്ങൾ അതിനെ ഒരു ജീവൻ നൽകുന്നത് പോലെ, അതായത് കൽപ്പനയിലൂടെ മനുഷ്യരെ പോലെ അത് ക്രിയയും ചേഷ്ടകളും എല്ലാം ചെയ്യുന്നത് പോലെ കാണിക്കുന്ന, അതായത് പ്രകടിപ്പിക്കുന്നതാണ് മാനവീകരണ അലങ്കാർ.
അപ്പോൾ എങ്ങനെയാണ് അംബർ പനഘട്ട് മേ ഡുബോ റഹി താരാഘട്ട് ഉഷാനഗരി. അപ്പോൾ ഇവിടെ ഉഷാനഗരി എന്നത് പ്രാതകാലീൻ ഉഷ पर नगरी का आरोप किया गया है. അപ്പോൾ പ്രാതകാലീൻ അതായത് പ്രഭാതത്തെ ഒരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ ആയിട്ടാണ് കൽപ്പനയിലൂടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് മാനവീകരൺ അലങ്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ജഹാ കിസി അചേതൻ വസ്തുക്കോ മാനവ് കി തര, മനുഷ്യരെ പോലെ ഒരു ജീവനില്ലാത്ത ഒരു വസ്തുവിനെ, നിർജീവമായിട്ടുള്ള ഒരു വസ്തുവിനെ മനുഷ്യരെ പോലെ മാനവ് കി തര ഗതിവിധി കർത്ത ദിഖായ ജായ്, അങ്ങനെ മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കപ്പെടുകയാണെങ്കിൽ അവിടെ എന്താണ് മാനവീകരൺ ആയിട്ടുണ്ട്. അതായത് മാനവീകരൺ അലങ്കാറാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. यौवन में മാത്തി മറ്റർ ബേലി അലിയോം സെ ആങ്ക് ലടാത്തി ഹെ. അപ്പോൾ മറ്റർ ബേലി എന്നതിനെ മറ്റർ ബേലിയെ സഖികളായിട്ടാണ് കാണുന്നത്. അപ്പം മാനവീകരണമാണ് അവിടെ ആകുന്നത്. അപ്പം മറ്റർ ബേലി ക സഖിയോം സെ ആങ്ക് ലടാനേമേ മാനവീയ ക്രിയാവും ക ആരോപ്യം, മനുഷ്യർ ചെയ്യുന്നത് പോലെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്താണ് മാനവീകരൺ അലങ്കാർ വരുന്നത്. പിന്നെ ലേനെ ലോനെ ലോനെ വേ ഘനെ ചനെ ക്യാ ബനെ ബനെ ഇठलाते हैं, हौले हौले होली गागा घुंघरू पर ताल बजाते हैं. लोने लोने वे घने चने क्या बने बने इठलाते हैं, हौले हौले होली गागा घुंघरू पर ताल बजाते हैं. അപ്പോൾ ഇവിടെ ചണ എന്നത് എന്താണ്, നിർജീവമായിട്ടുള്ള വസ്തുവാണ്. യഹാ ചണേ पर होली गाने सज धज कर इतराने और ताल बजाने में मानवीय क्रियाओं का आरोप है. അപ്പോൾ ഇങ്ങനെ ചണ എന്താണ് ഹോലി പാടുന്നതും പിന്നെ സജ് ധജ്കർ ഒരുങ്ങുന്നതും അങ്ങനെ താലമടിക്കുന്ന ഇങ്ങനെ കൈകൊട്ടുന്നതുമൊക്കെ ആയിട്ടാണ്, അതായത് മനുഷ്യർ ചെയ്യുന്ന ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ മാനവീകരൺ അലങ്കാരാണ് ഇവിടെ ആകുന്നത്. ഓക്കെ, है वसुंधरा बिखेर देती मोती सबके सोने पर, रवि बटोर लेता है उसको सदा सवेरे होने पर. അപ്പോൾ വസുന്ധര എന്ന് പറഞ്ഞാൽ ഭൂമി ഇങ്ങനെ എന്താണ് പരത്തിയിടുകയാണ് ഈ മുത്തുകൾ. അപ്പോൾ ഈ മുത്തുകളെല്ലാം ഈ സൂര്യൻ രാവിലെ ആകുമ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ പെറുക്കിയെടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ രവി ബട്ടോർ ലേത്താ ഹെ ഉസ്കോ സദാ സവേരെ ഹോനെ പർ, രാവിലെ ആകുമ്പോൾ എന്താണ് പ്രഭാതത്തിൽ. അപ്പോൾ എന്താണ് ഇവിടെ മാനവീകരണമാണ് അല്ലേ. അപ്പോൾ വസുന്ധര ഭൂമിയെ എന്താണ് ഒരു മനുഷ്യർ ചെയ്യുന്നത് പോലെ മോത്തി ഇങ്ങനെ എന്താണ് പരത്തിയിടുന്നതായിട്ടും സൂര്യൻ അതിനെ ഇങ്ങനെ എടുക്കുന്നതായിട്ടും അല്ലെ കോരി എടുക്കുന്നതായിട്ടുമാണ് പറയുന്നത്. മനുഷ്യർ ചെയ്യുന്ന ആ പ്രവൃത്തികളാണ് ഇവിടെ സൂര്യനും ഭൂമിയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ മാനവീകരൺ അലങ്കാറാണ്. यहाँ वसुंधरा द्वारा मोती बिखेरने और सूर्य द्वारा उसे सवेरे एकत्र कर लेने में मानवीय क्रियाओं का आरोप है, इसीलिए यहाँ पे मानवीकरण अलंकार. इन्हीं അടുത്തത് അതിശയോക്തി अलंकार. काव्य में जहाँ किसी व्यक्ति या वस्तु का वर्णन अत्यधिक बढ़ा चढ़ाकर किया जाता है, ഏതെങ്കിലും വസ്തുവിനെ അല്ലെങ്കിൽ വ്യക്തിയെ കൂടുതലായിട്ട് അല്ലേ പുകഴ്ത്തി പറയുക, അത്യധികം बढ़ा चढ़ाकर किया जाता है, वहाँ अतिशयोक्ति अलंकार होता है. अതാണ് अतिशयोक्ति अलंकार. जैसे हनुमान की पूंछ में लगन न पाई आग, लंका सिगरी जल गए निशाचर भाग. അപ്പോൾ ഇവിടെ हनुमान की पूंछ में आग लगने से पूर्व ही सारी लंका के जल जाने का वर्णन किए जाने के कारण यहाँ അതിശയോക്തി अलंकार. അപ്പോൾ ഹനുമാൻ്റെ വാലിന് തീ പിടിച്ച ആ വാൽ അതുകൊണ്ട് ഹനുമാൻ ഇങ്ങനെ പറന്നുയർന്നിട്ടാണ് ലങ്ക തീ പിടിക്കുന്നത്. അപ്പം അതിനു മുമ്പ് തന്നെ മുഴുവൻ ലങ്ക കത്തി തീർന്നു. അതായത് ലങ്കാക്ക് ജൽ ജാനേക്ക വർണ്ണൻ കിയാ ജാനേക്ക് കാരണം, അതിന് മുമ്പ്, അതായത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതായത് ഹനുമാൻ തീ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ലങ്കയിൽ തീ ആളിക്കത്തുകയായിരുന്നു എന്നത് വിശ്വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ അതിശയോക്തി അലങ്കാർ. देखी सुदामा की दीन दशा करुणा करिके करुणानिधि रोए. അപ്പോൾ സുദാമ की दरिद्रावस्था को देखकर, सुदामയുടെ ദരിദ്രാവസ്ഥ കണ്ടിട്ട് कृष्ण का रोना और उनकी आंखों से इतने आंसू गिरना कि उसे पैर धोने के वर्णन में അതിശയോക്തി है.
അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ആ കണ്ണുനീർ കൊണ്ടാണ് സുധാമയുടെ കാലുകൾ കഴുകി പോയത് എന്നത് എന്താണ് വിശ്വസിക്കാൻ സാധിക്കാത്തതാണ്. അത്രയ്ക്ക് എന്താണ് അവിടെ അതിശയോക്തിയുണ്ട്. അപ്പോൾ ഉസ് വർണ്ണന്മേ അതിശയോക്തി ഹെ അഥ അതിശയോക്തി അലങ്കാർ. देखी सुदामा की दीन दशा करुणा करी के करुणानिधि रोई. सुदामा की दरिद्रावस्था को देखकर कृष्ण का रोना और उनकी आँखों से इतनी आंसू गिरना. കണ്ണുനീര് കൊണ്ട് കാലുകൾ കഴുകിപ്പോവുക എന്നത് എന്താണ് വിശ്വസിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതിശയോക്തി അലങ്കാരാണ്. एक दिन राम पतंग उड़ाई देवलोक में पहुँची जाई. यहाँ राम द्वारा पतंग उड़ाने का वर्णन तो ठीक है, पर पतंग का उड़ते उड़ते स्वर्ग में पहुंच जाने का वर्णन बहुत बढ़ाकर किया गया है. ഇപ്പോൾ ശ്രീരാമൻ പട്ടം പറപ്പിക്കുന്നതാണെങ്കിലോ സാധാരണമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാം, പട്ടം പറപ്പിക്കുന്നു. പക്ഷേ പതംഗ് കാ ഉടുത്തെ ഉടുത്തെ സ്വർഗമേ പਹੁഞ്ചാനെ കാ വർണ്ണൻ, കയറ്റ് ഇങ്ങനെ പറന്ന് ചേർന്നു എന്നാണ് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ എന്താണ് ബടാ ചടാക്കർ കിയാ ഗയാ ഹെ, വളരെ കൂടുതലായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സാധാരണ നടക്കാത്ത കാര്യം മാത്രമല്ല വളരെയധികം കൂടുതലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബഹുത് ബടാ ചടാക്കർ കഹാ ഗയാ ഹെ. ഇസ് പർ വിശ്വാസ് കർണ കഠിൻ ഹോ റഹാ ഹെ, വിശ്വസിക്കാൻ പ്രയാസമാണ്. അതഹ അത് അവിടെ എന്താണ് അതിശയോക്തി അലങ്കാരാണ്. ഞങ്ങൾ ആദ്യം എന്താണ് ശബ്ദാലങ്കാർ പറഞ്ഞു, അർത്ഥാലങ്കാർ, ഇനിയിപ്പോൾ ഉഭയാലങ്കാർ. जहाँ कविता में प्रयुक्त शब्द और अर्थ दोनों में सुंदरता हो वहाँ उभयालंकार होता है. ശബ്ദാലങ്കാർ ശബ്ദം വെച്ചിട്ടാണ്, അർത്ഥാലങ്കാർ അർത്ഥം വെച്ചിട്ടാണ്. ഉഭയാലങ്കാരാണെങ്കിലോ രണ്ടും, അതായത് ശബ്ദവും അർത്ഥവും, ശബ്ദത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും ആ സൗന്ദര്യം ഉഭയാലങ്കാറിൽ ഉണ്ടാവും. വഹാ ഉഭയാലങ്കാർ ഹോത്താ ഹെ. അപ്പോൾ അതിനുദാഹരണമാണ് ഭാവി ഭാരത് ഗൗരവഗഡ്. इन पंक्तियों में शब्दालंकार, अनुप्रास और अर्थालंकार रूपक दोनों का प्रयोग है. अतः यहाँ उभयालंकार है. അങ്ങനെ രണ്ട് അലങ്കാരങ്ങളുടെയും എന്താണ് സൗന്ദര്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉഭയാലങ്കാർ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പഠിച്ചു അലങ്കാർ എന്താണെന്നും അതിൻ്റെ ഭേദങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ ശബ്ദാലങ്കാരും പിന്നെ അതിൻ്റെ ഭേദങ്ങളുമാണ് പഠിച്ചത്. അപ്പോൾ അലങ്കാർ എന്താണ്? അലങ്കാർ അലം പ്ലസ് കാർ, അതായത് അലം എന്ന് പറഞ്ഞാൽ ഭൂഷൺ യാ സജാവട്ട്. അപ്പോൾ അലങ്കാർ എന്ന് പറഞ്ഞാൽ ആഭൂഷൺ അഥവാ അലങ്കൃത് യാ ഭൂഷിത് കരി, അതിനെയാണ് അലങ്കാർ എന്ന് പറയുന്നത്. അതായത് ഒരു വാക്യത്തെ അലങ്കരിക്കുകയാണ് അത് ചെയ്യുന്നത്. അലങ്കാറിന് ഭേദങ്ങൾ ശബ്ദാലങ്കാർ, അർത്ഥാലങ്കാർ പിന്നെ ഉഭയാലങ്കാർ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ശബ്ദാലങ്കാർ എന്താണെന്ന് പഠിച്ചു. കാവ്യമേ ജഹാ ശബ്ദവും കെ വിശിഷ്ട പ്രयोग से, ശബ്ദങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ സൗന്ദര്യം ഉത്പന്നമാകുന്നു. സൗന്ദര്യം और चमत्कार उत्पन्न होता है, वहाँ शब्दालंकार होता है. ഓക്കെ, അപ്പോൾ ശബ്ദാലങ്കാറിൻ്റെ ഭേദങ്ങൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? അനുപ്രാസ് അലങ്കാർ, യമക് അലങ്കാർ, ശ്ലേഷ അലങ്കാർ അല്ലേ, 3 എണ്ണം. അനുപ്രാസ് അലങ്കാർ, യമക് അലങ്കാർ, ശ്ലേഷ് അലങ്കാർ ആണെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് അനുപ്രാസ് അലങ്കാറിൽ എങ്ങനെയാണ്? അനുപ്രാസ് എന്ന് പറഞ്ഞാൽ ഒന്നിന് ശബ്ദം റിപ്പീറ്റ് ആവും അവിടെ അല്ലേ. ജബ് വാക്യമേ ഏകി വർണ്ണ, ശബ്ദമല്ല വർണ്ണമാണ് അവിടെ, വർണ്ണ അല്ലെ, വ്യഞ്ജനം അല്ലെങ്കിൽ വർണ്ണ എന്താണ് റിപ്പീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. की आवृत्ति बार बार होती है. अनुप्रास में वर्ण की आवृत्ति बार बार होती है, उसे अनुप्रास अलंकार कहते हैं. പിന്നെ യമക് അലങ്കാർ ആണെങ്കിലോ जब कविता में किसी एक शब्द का एक से अधिक बार, ഒരേ ശബ്ദം ഒന്നിലധികം പ്രാവശ്യം വെവ്വേറെ അർത്ഥങ്ങളിൽ വരികയാണെങ്കിൽ അവിടെ യമക് അലങ്കാർ. जब कविता में किसी एक शब्द का एक से अधिक बार भिन्न भिन्न अर्थों में प्रयोग होता है, उसे यमक अलंकार कहते हैं. श्लेष जहाँ किसी शब्द की आवृत्ति एक ही बार में हो पर उस शब्द के एक से अधिक अर्थ हो, वहाँ श्लेष अलंकार होता है. അപ്പോൾ അങ്ങനെ ശബ്ദാലങ്കാരത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അനുപ്രാസ് അലങ്കാർ, പിന്നെ അനുപ്രാസ് അലങ്കാർ, പിന്നെ യമക് അലങ്കാർ, പിന്നെ ശ്ലേഷ അലങ്കാർ. അപ്പോൾ ശബ്ദാലങ്കാർ എന്ന് പറഞ്ഞാൽ ശബ്ദമാണ് അവിടെ ഉപയോഗിക്കുന്നത്, ശബ്ദത്തെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ പര്യായവാചി ശബ്ദം ഉപയോഗിക്കരുത്.
അങ്ങനെ ശബ്ദാലങ്കാരിൽ അനുപ്രാസ് അലങ്കാർ എന്ന് പറഞ്ഞാൽ വർണ്ണമാണ് റിപ്പീറ്റ് ആവപ്പെടുന്നത്, വർണ്ണം അല്ലെങ്കിൽ വ്യഞ്ജനം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. യമക് അലങ്കാരത്തിൽ ശബ്ദമാണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്, പക്ഷേ അർത്ഥത്തിൽ വ്യത്യാസമുണ്ടാവുന്നു. ശ്ലേഷ് അലങ്കാരം എന്ന് പറഞ്ഞാൽ ഏക് ബാർ ശബ്ദ ആത്താ ഹൈ അർത്ഥ അലഗ് അലഗ് ഹോത്താ ഹൈ, അർത്ഥമാണെങ്കിലോ അലഗ് അലഗ്, അതായത് വെവ്വേറെ ആയിരിക്കും അതിൻ്റെ അർത്ഥങ്ങൾ വരുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ എന്താണ് ഞങ്ങൾ പഠിച്ചത്? അർത്ഥാലങ്കാർ എന്താണെന്നാണ്. अर्थालंकार എന്ന് പറഞ്ഞാൽ കാവ്യ में जहाँ अर्थ के कारण विशेष सौंदर्य चमत्कार उत्पन्न होता है. അർത്ഥത്തിൻ്റെ കാരണം, അർത്ഥം ഉപയോഗിച്ചിട്ടാണ് ആ അലങ്കാരത്തിന് ഭംഗി വരുന്നത് അല്ലേ, ആ കാവ്യത്തിന് ഭംഗി വരുത്തുന്നതിന് അർത്ഥം വെച്ചിട്ടാണ്. അർത്ഥയ്ക്ക് കാരണം വിശേഷ സൗന്ദര്യം ഹോത്ത അർത്ഥാലങ്കാർ. അപ്പോൾ അർത്ഥാലങ്കാറിന് 4 ഭേദങ്ങളാണ്, അതായത് ഉപമാലങ്കാർ, രൂപകലങ്കാർ, ഉത്പ്രേക്ഷാലങ്കാർ, മാനവീയ അലങ്കാർ, പിന്നെ നിങ്ങൾ അതിശയോക്തി അലങ്കാരം ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഉപമാ അലങ്കാർ എന്താണ്? ഉപമാ का सामान्य अर्थ है समानता या मिलता जुलता रूप, സാമ്യത അല്ലേ, സാമ്യത കാണിക്കുന്നതാണ് ഉപമ അലങ്കാരം. ഉപമ അലങ്കാരത്തിൽ ഞങ്ങൾ തുലന ചെയ്യുമ്പോൾ എന്താണ്? സാ, സി, സേ അതൊക്കെ യോജകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് തുലന ചെയ്യുന്നത് അല്ലേ, അതുപോലെ എന്ന രീതിയിലാണ് അത് വരിക ഉപമ അലങ്കാരം. പിന്നെയുള്ളത് रूपक अलंकार എന്ന് പറഞ്ഞാൽ കാവ്യമേ ജഹാ ഗുൺ സ്വഭാവ് ആദിക്ക് അത്യധിക് സമാനത കാരണം പ്രസ്തുത് ഓർ എന്താണ് അപ്രസ്തുത് ഉപമേ ഉപമാൻമേ ഭേദ് ന ദർശായ ജ, അഭേദാണ്. റൂപക് എന്ന് പറഞ്ഞാൽ അഭേദം, ഒരു വ്യത്യാസവും കാണിക്കത്തില്ല, അത് തന്നെയാണ് ഇത്. ഉപമാനിലാണെങ്കിലോ പോലെ എന്ന ഒരു ഉപയോഗമുണ്ട് അല്ലേ, പക്ഷേ റൂപക്കിലാണെങ്കിലോ എന്താണ് കാണിക്കുക? അത് തന്നെയാണ് ഇത് അല്ലേ, അതായത് ഉപമേയ് തന്നെയാണ് ഉപമാൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അഭേദാണത് രൂപകലങ്കാർ. ഓക്കെ, പിന്നെ उत्प्रेक्षा अलंकार എന്താണ് പഠിച്ചത്? जहाँ भिन्न होते हुए भी समानता प्रकट करने के लिए उपमेय में उपमान की कल्पना या സംഭാവന പ്രകട് की जाए. കൽപ്പനയിലൂടെയാണ് ഒരു ഉപമേയത്തെ ഉപമാനമായിട്ട് കാണിക്കുന്നത്, സമാനത സാമ്യത കാണിക്കുന്നത്. അതിനെ ഉത്പ്രേക്ഷാലങ്കാർ എന്ന് പറയും. ഇതൊരു കൽപ്പനയാണ്, കൽപ്പനയിലൂടെ അത് കാണിക്കുന്നതാണ് അതിൻ്റെ സാമ്യത. അത് വ്യത്യസ്തമായിരിക്കും, ഭിന്നമായിരിക്കും, എങ്കിലും അതിൻ്റെ സമാനത കാണിക്കുന്നത് ഈ കൽപ്പനയിലൂടെ. ഓക്കെ, അതിനെയാണ് ഉത്പ്രേക്ഷാലങ്കാർ എന്ന് പറയുന്നത്. मानवीकरण अलंकार എന്ന് പറഞ്ഞാൽ जहाँ जड़ वस्तुओं या पदार्थों पर चेतन का आरोप हो, अर्थात प्रकृति के पदार्थों या तत्वों पर मानवीय भावनाओं या क्रियाओं का आरोप हो. അതിനെ മാനവീകരണ അലങ്കാരം എന്ന് പറയും. അതായത് മനുഷ്യരുടെ പ്രവൃത്തികൾ അല്ലേ, ഒരു നിർജീവമായിട്ടുള്ള വസ്തു ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ അതിനെ എന്താ പറയുക? മാനവീകരൺ അലങ്കാർ. ओके, അതിശയോക്തി अलंकार. അതിശയോക്തി अलंकार എന്ന് പറഞ്ഞാൽ काव्य में जहाँ किसी व्यक्ति या वस्तु का वर्णन अत्यधिक बढ़ा चढ़ाकर किया जाता है. വളരെയധികം ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതിനെയാണ് അവിടെ ഉപയോഗിക്കുന്ന അലങ്കാരമാണ് അതിശയോക്തി അലങ്കാർ. വളരെയധികം പുകഴ്ത്തിയിട്ടല്ലേ, നല്ല വ്യത്യാസമായിരിക്കും, അത് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലായിരിക്കും അത് അവർ പുകഴ്ത്തി പറയുന്നത്. അപ്പോൾ അതിനാണ് അതിശയോക്തി അലങ്കാർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അലങ്കാരങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഈ ഉപമേയ് ഉപമാൻ എന്താണെന്ന് വേഗം മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു എന്താണ് ഒരു കാര്യമുണ്ട്. എന്താണ് ഉപമാൻ എന്നത് എപ്പോഴും എന്താണ് എന്തെങ്കിലും പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ അറിയപ്പെടുന്ന ഒരു കാര്യമായിരിക്കാം ഉപമാൻ. ഏതെങ്കിലും വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും പദാർത്ഥം. ഓക്കെ, ഉപമേയാണെങ്കിൽ ഞങ്ങൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാധാരണമായിട്ട് കാണപ്പെടുന്ന എന്തെങ്കിലും വസ്തു പദാർത്ഥം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഉപമേയിൽ വരിക. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ചന്ദ്രമുഖ്. അപ്പോൾ ചന്ദ്ര എന്നത് എന്താണ്? ഉപമാനാണ്. മുഖ് എന്നത് ഉപമേയാണ്. അപ്പോൾ എന്താണ്? ചന്ദ്ര എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ചന്ദ്രൻ അല്ല. ചന്ദ്രൻ എന്നത് എപ്പോഴും ഞങ്ങൾ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രൻ എന്നത്. അപ്പോൾ മുഖ് എന്നത് സാധാരണയായിട്ട് ഉള്ള കാര്യം. അപ്പോൾ ചന്ദ്രമുഖ് എന്ന് പറഞ്ഞാൽ ചന്ദ്ര അവിടെ ഉപമാനും പിന്നെ മുഖ് എന്നത് ഉപമേയുമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്